സ്വാഗതം. ദ എയ്ഡം റിസാല അപ്ഡേറ്റ് ഇൻട്രാക്ഷൻസിൽ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് സനാതനധർമ്മത്തെക്കുറിച്ചാണ്. കുറച്ചു കാലം മുമ്പ് തമിഴ്നാട്ടിൽ ഡി എം കെ നേതാവ് മുഖ്യമന്ത്രി കൂടിയ എം കെ സ്റ്റാലിൻ്റെ മകൻ ഉദയനിധി സ്റ്റാലിൻ സനാതനധർമ്മത്തെക്കുറിച്ച് നടത്തിയ ഒരു പ്രസ്താവന വലിയ തോതിൽ ഹിന്ദുത്വവാദികൾ ഏറ്റുപിടിക്കുകയും അത് കോടതി കയറുകയും ഒക്കെ ചെയ്തിരുന്നു. അതിപ്പോൾ സബ്ജുഡീസ് ആയതുകൊണ്ട് ഉദയനിധി സ്റ്റാലിൻ എന്താണ് പറഞ്ഞത് എന്ന് നമ്മൾ ഇവിടെ ഇപ്പോൾ പറയുന്നില്ല. ഇപ്പോൾ നമ്മളുടെ ഇപ്പോഴത്തെ കോണ്ടെക്സ്റ്റിൽ കേരളത്തിൽ സനാതനധർമ്മത്തെക്കുറിച്ചുള്ള പുതിയ ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുന്നു. അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ശിവഗിരിയിൽ നടത്തിയ ഒരു പ്രസംഗം, അതിൻ്റെ തൊട്ടുപിറകെ അവിടെ പ്രതിപക്ഷ നേതാവ് നടത്തിയൊരു പ്രസംഗം, അതിനോട് പ്രതികരിച്ചുകൊണ്ട് മുൻ കേന്ദ്രമന്ത്രി കൂടിയായ BJP നേതാവ് വി മുരളീധരൻ നടത്തിയ പരാമർശം, ഇതൊക്കെയാണ് പുതിയ കോണ്ടെക്സ്റ്റ്. ഇതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഒപ്പം ഉള്ളത് ഡോക്ടർ TS ശ്യാംകുമാറാണ്. ശ്യാംകുമാറിനെ റിസാലയുടെയും എയ്ഡത്തിൻ്റെയും പ്രേക്ഷകർക്ക് നല്ലപോലെ അറിയാം. അദ്ദേഹം പ്രഭാഷകനാണ്, അധ്യാപകനാണ്, എഴുത്തുകാരനാണ്, ഗവേഷകനാണ്, സംസ്കൃത പണ്ഡിതനാണ്. അങ്ങനെ പല നിലയ്ക്ക് ശ്യാംകുമാറിന് നമുക്ക് പരിചയമുണ്ട്. സ്വാഗതം ഇൻട്രാക്ഷൻസിലേക്ക്. ഞാൻ ആദ്യമായിട്ട് നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് തന്നെ സംസാരിച്ച് തുടങ്ങും. കാരണം വെച്ചാൽ ഇതിലൊരു ക്ലാരിറ്റി വരണമല്ലോ. എന്താണ് സത്യത്തിൽ ഈ സനാതനധർമ്മം എന്നുള്ളതുകൊണ്ട് പൊതുവിൽ ഉദ്ദേശിച്ചിട്ടുള്ളത്? ഈ വളരെ പ്രാചീനമായ വേദങ്ങൾ മുതൽ പിന്നീട് വരുന്ന ധർമ്മശാസ്ത്രങ്ങൾ, ധർമ്മസൂത്രങ്ങൾ, ഇതിഹാസങ്ങൾ, പുരാണങ്ങൾ, ഇതിലെല്ലാം ധർമ്മം എന്ന് പറയുന്ന ആശയത്തെ വളരെ വിശദമായി തന്നെ ചർച്ച ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. യഥാർത്ഥത്തിലൊരു 5 PhD തീസീസിനുള്ള വിഷയമാണ് ധർമ്മം എന്ന് പറയുന്ന സങ്കല്പം തന്നെ. സംസ്കൃത സാഹിത്യത്തിൽ വിപുലീകരിച്ചിരുന്ന ധർമ്മം എന്ന സങ്കല്പം അത്രയേറെ ആഴത്തിൽ പഠിക്കപ്പെടേണ്ടുന്ന ഒരു വിഷയമാണ്. ഇവിടെ സനാതനം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? സനാതനം എന്ന വാക്കിന്റെ അർത്ഥം ശാശ്വതമായത്, മാറ്റമില്ലാത്തതോ എന്ന അർത്ഥം. അപ്പൊ സനാതന ധർമ്മം എന്ന് പറഞ്ഞാൽ മാറ്റമില്ലാത്ത ധർമ്മം, എല്ലാ കാലത്തേക്കും നിലനിൽക്കുന്ന ധർമ്മം എന്നാണ് അതിന്റെ അർത്ഥം. ഇവരാണ് പരിശോധിക്കേണ്ടത് എന്താണ് വേദ, ഇതിഹാസ, പുരാണ പാഠങ്ങളിൽ പറയുന്ന ധർമ്മം എന്ന് പറയുന്ന സങ്കല്പം എന്നത് എന്താണെന്നാണ് പരിശോധിക്കേണ്ടത്. വേദത്തിൽ ഋതം എന്ന അർത്ഥത്തിൽ ധർമ്മത്തെ സംബന്ധിച്ചുള്ള പരാമർശങ്ങൾ കാണാം. അവിടെ പാപമെന്നും പുണ്യമെന്നും ഒക്കെയുള്ള അർത്ഥത്തിൽ ധർമ്മസങ്കല്പത്തെ സംബന്ധിച്ച് ചർച്ചകൾ വിപുലീകരിക്കപ്പെടുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ ധർമ്മം എന്ന് പറയുന്ന സങ്കല്പം ചർച്ച ചെയ്യുമ്പോൾ എന്താണ് പാപമെന്നും എന്താണ് പുണ്യമെന്നും കൂടി ചർച്ച ചെയ്യേണ്ടി വരും. കാരണം ധർമ്മം എന്ന് പറയുന്നത് ഒരു സാമൂഹ്യ ധാർമ്മികത, അക്കാലത്തെ വേദങ്ങളിലും ഇതിഹാസങ്ങളിലും നിലനിൽക്കുന്ന സാമൂഹ്യ ധാർമ്മികതയുടെ മറ്റൊരു പേരാണ് ധർമ്മം എന്ന സങ്കല്പം കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ പാപം അല്ലെങ്കിൽ പുണ്യം എന്ന് പറയുന്ന സങ്കല്പം അടിസ്ഥാനപരമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് കർമ്മ പുനർജന്മ സങ്കല്പവുമായി ബന്ധപ്പെട്ടാണ്. ബ്രാഹ്മണർക്കെതിരായി കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നത് പാപമായിട്ട് കരുതപ്പെടും. വർണ്ണാശ്രമ ധർമ്മത്തിനും ചാതുർവർണ്ണത്തിനും എതിരായി ജീവിക്കുന്നത് പാപമാണ്. ജാതി വ്യവസ്ഥ അനുസരിച്ച് എല്ലാ മനുഷ്യരും ജാതി വ്യവസ്ഥയ്ക്ക് കീഴ്പ്പെട്ട് ജീവിക്കുന്നതാണ് ധർമ്മം അല്ലെങ്കിൽ ചാതുർവർണ്ണ അല്ലെങ്കിൽ വർണ്ണാശ്രമ ധർമ്മം എന്ന് പറയുന്നത്. ധർമ്മം എന്ന സങ്കല്പത്തെ വിശദീകരിക്കാനും അതിന് നിയമങ്ങൾ, ചട്ടക്കൂടുകൾ ഉണ്ടാക്കി വിശദീകരിക്കുന്നതിന് വേണ്ടി സംസ്കൃതത്തിൽ ഒരു ധാര തന്നെ ഉണ്ടായി വന്നു. അതിന്റെ പേരാണ് ധർമ്മസൂത്രങ്ങൾ എന്ന് പറയുന്നത്. ഈ ധർമ്മസൂത്രങ്ങൾക്ക് പല ഭാഗങ്ങളുണ്ട്. അതിൽ ആചാരങ്ങളുണ്ട്, വ്യവഹാരങ്ങളുണ്ട്, നിയമങ്ങളുണ്ട്, പലതരം കാര്യങ്ങൾ, നിത്യജീവിത വ്യവഹാരങ്ങളെ സംബന്ധിച്ച കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് ധർമ്മസൂത്രങ്ങളിൽ. അപ്പം പ്രധാനപ്പെട്ട 4 ധർമ്മസൂത്രങ്ങളുണ്ട്. വസിഷ്ഠ ധർമ്മസൂത്രം, ഗൗതമ ധർമ്മസൂത്രം, വിഷ്ണു ധർമ്മസൂത്രം, ആവസ്തംഭ ധർമ്മസൂത്രം എന്നിങ്ങനെയായിട്ടുള്ള ധർമ്മസൂത്രങ്ങളുണ്ട്. അപ്പം അതിനകത്ത് എന്താണ് ധർമ്മം എന്ന് വളരെ വിശദമായി തന്നെ പറയുന്നു. അത് 1-2 ഉദാഹരണങ്ങളിലൂടെ അത് വിശദമാക്കാം. ഒരു ഉദാഹരണത്തിന് സ്ത്രീധർമ്മം എന്ന് പറയുന്ന സങ്കല്പം. ആ സ്ത്രീധർമ്മം എന്ന് പറയുന്ന സങ്കല്പം വിശദീകരിക്കുമ്പോൾ ധർമ്മസൂത്രങ്ങളിൽ പറയുന്നത് അസ്വതന്ത്ര പ്രിയ നാദി ചരേദ്ഭർത്താരമെന്ന, സ്ത്രീകൾ അസ്വതന്ത്രക്കളാണ്, അവർ ഭർത്താവിനെ ഉല്ലംഘിക്കാൻ പാടില്ല. ഇതാണ് ധർമ്മസൂത്രത്തിൽ പറയുന്ന സ്ത്രീധർമ്മം എന്ന് പറയുന്ന സങ്കല്പം. പിൽക്കാലത്ത് ധർമ്മസൂത്രങ്ങൾക്ക് ശേഷമാണ് പിന്നീട് മനുസ്മൃതി തന്നെ രചിക്കപ്പെടുന്നത്. മനുസ്മൃതിയിൽ സ്ത്രീധർമ്മത്തെ സംബന്ധിച്ച് വിശദീകരിക്കുന്ന ഒരു അധ്യായം തന്നെയുണ്ട്. അപ്പൊ ത്രൈവർണികരായ സ്ത്രീകൾ ആ ത്രൈവർണിക വ്യവസ്ഥയ്ക്കുള്ളിലല്ലാതെ ആ ത്രൈവർണിക ജാതിയോട്ട് വിട്ട് പുറത്തൊരാളെ വിവാഹം കഴിക്കാനോ അവരുമായി ബന്ധപ്പെടാനോ പോലും പാടില്ല എന്നുള്ളതാണ് സ്മൃതി വചനം അല്ലെങ്കിൽ ധർമ്മസൂത്രങ്ങൾ കൽപ്പിക്കുന്നത്. അപ്പൊ ധർമ്മസൂത്രത്തിൽ തന്നെ പറയുന്നു, ഏതെങ്കിലും ഒരു ബ്രാഹ്മണ സ്ത്രീ ശൂദ്ര പുരുഷനുമായി സംയോഗം ചെയ്താൽ
ശൂദ്രപുരുഷന്റെ ലിംഗം ഛേദിച്ചു കളയുകയും അയാളെ തീയിലിട്ട് ചുട്ടുകളയുകയും അതുപോലെ തന്നെ ഈ ബ്രാഹ്മണ സ്ത്രീയെ അവരുടെ ശരീരം നഗ്നമാക്കി അവരുടെ ശരീരത്തിൽ ചെളിയും നെയ്യും ചേർത്ത് പുരട്ടി കഴുകപ്പുറത്ത് നഗരപ്രദക്ഷിണം ചെയ്യിക്കണം എന്ന് ധർമ്മസൂത്രങ്ങൾ പറയും. ഗൗതമ ധർമ്മസൂത്രത്തിൽ കുറച്ചും ക്രൂരമായ പല വിധികളും നമുക്ക് കാണാൻ പറ്റും. കാരണം ശൂദ്രനെ സംബന്ധിച്ച് പറയുമ്പോൾ ഗൗതമ ധർമ്മസൂത്രത്തിൽ പരാമർശിക്കുന്നത് ശൂദ്രന് അക്ഷരജ്ഞാനം പാടില്ല, പ്രത്യേകിച്ച് ശൂദ്രന് വിദ്യാഭ്യാസം പാടില്ല, ഈ ശൂദ്രൻ വേദം കേൾക്കാൻ പാടില്ല, വേദം കേൾക്കുന്ന ശൂദ്രന്റെ ചെവിയിൽ ഈയം ഒരുക്കി ഒഴിക്കണമെന്ന് പറഞ്ഞത് മനുസ്മൃതിയല്ല, ഗൗതമ ധർമ്മസൂത്രമാണ്. അബാഹ്യ വേദം ഉപസൃന്നത പ്രഭുജതുഭ്യാം ശ്രോത്രപ്രതിപൂരണം എന്ന് പറയുന്നത് ഗൗതമ ധർമ്മസൂത്രം. പൊതുവെ എല്ലാവരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട് അത് മനുസ്മൃതിയിൽ പറയുന്നതാണ്. മനുസ്മൃതിയിലല്ല, മനുസ്മൃതിക്കും വളരെ മുമ്പ് രചിക്കപ്പെട്ട ഗൗതമ ധർമ്മസൂത്രത്തിലാണ് ഇത്രയും ശക്തമായ ക്രൂരമായ ശിക്ഷകൾ ഉള്ളടങ്ങിയിരിക്കുന്നത്. അപ്പൊ ചുരുക്കത്തിൽ ധർമ്മം എന്നതുകൊണ്ട് ധർമ്മസൂത്രങ്ങളും ഇതിഹാസ പുരാണ പാഠങ്ങളും ഒക്കെ തന്നെ വ്യവച്ഛേദിക്കുന്നത്, നിർവചിക്കുന്നത് ചാതുർവർണ്ണ്യത്തെയും ജാതി വ്യവസ്ഥയുമാണ്. അപ്പൊ ധർമ്മം എന്ന സങ്കല്പം തന്നെ ചാതുർവർണ്ണ്യവും ജാതി വ്യവസ്ഥയുമായിട്ടാണ് ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നത്. അതിന് ഇന്നത്തെ അർത്ഥത്തിൽ നോക്കിയാൽ സമത്വമായോ സ്വാതന്ത്ര്യമായോ സാഹോദര്യമായോ യാതൊരു ബന്ധവുമില്ല. വർണ്ണാശ്രമ ധർമ്മത്തെയാണ് ധർമ്മം എന്നതുകൊണ്ട് ഇതിഹാസ പുരാണ പാഠങ്ങളും വേദങ്ങളും ധർമ്മശാസ്ത്രങ്ങളും എല്ലാം തന്നെ അർത്ഥമാക്കുന്നു. സന്ത്രവാർത്തികത്തിൽ തന്നെ പറയും സർവധർമ്മ സൂത്രാണാം വർണ്ണാശ്രമ ധർമ്മോപദേശിത്വാത് എന്ന് പറയും. എല്ലാ ധർമ്മസൂത്രങ്ങളും ധർമ്മം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? അത് വർണ്ണാശ്രമ ധർമ്മമാണ് എന്ന് സന്ത്രവാർത്തികത്തിൽ പറയും. യാജ്ഞവൽക്യ സ്മൃതിയില് മുനിമാര് യാജ്ഞവൽക്യനോട് ഉപദേശം ചോദിക്കുകയാണ്, എന്താണ് ധർമ്മം? അപ്പൊ യാജ്ഞവൽക്യൻ പറയുന്നത് വർണ്ണാശ്രമ ധർമ്മമാണ് ധർമ്മം എന്ന് പറയുന്നത്. ഇത് മനുസ്മൃതിയുടെ ആദ്യത്തെ അധ്യായത്തിലും കാണാം. എന്താണ് ധർമ്മം, എന്താണ് ധർമ്മം എന്ന് ചോദിക്കുമ്പോൾ മണി പറയുന്നത് ചാതുർവർണ്ണ്യത്തിന്റെ ധർമ്മ വ്യവസ്ഥയും അന്തരാളി ജാതികളുടെ ജാതി വ്യവസ്ഥയും ഉൾക്കൊണ്ടിരിക്കുന്ന ധർമ്മ വ്യവസ്ഥയാണ് ഈ ചാതുർവർണ്ണ്യത്തിന്റെ ധർമ്മ വ്യവസ്ഥയാണ് ധർമ്മം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് മനുസ്മൃതിയിലും വ്യക്തമാക്കുന്നുണ്ട്. ഇത് വളരെ കൃത്യമായി പിന്നീട് പരിപാലിക്കപ്പെടുന്നുണ്ട്. എന്തിനധികം പറയുന്നു, 8ാം നൂറ്റാണ്ടിലേക്ക് എത്തുമ്പോൾ, 8ാം നൂറ്റാണ്ടിലാണല്ലോ ശങ്കരാചാര്യ അദ്വൈത ഭാഷ്യം ശ്രമിക്കുന്നത്. ഗീതാഭാഷ്യത്തിന്റെ ആമുഖത്തിൽ വളരെ കൃത്യമായി ശങ്കരാചാര്യർ പറയും ധർമ്മം എന്നത് വർണ്ണാശ്രമ ധർമ്മമാണ് എന്നും ഈ വർണ്ണാശ്രമ ധർമ്മത്തെ രക്ഷിച്ച് നിലനിർത്താൻ ഭഗവാൻ വാസുദേവൻ അവതരിക്കും എന്നുമാണ് ശങ്കരാചാര്യർ വളരെ വ്യക്തമായിട്ട് ഗീതോപദേശത്തിന്റെ ഭാഷ്യത്തിന്റെ ആമുഖത്തിൽ വ്യക്തമാണ്. ഇക്കാര്യം പിന്നീട് വിവേകാനന്ദനും പറയുന്നുണ്ട്. കൃഷ്ണൻ ഇങ്ങനെ ചാതുർവർണ്ണ്യത്തെ രക്ഷിക്കാൻ അവതരിക്കുന്നതിനെ പറ്റി ശങ്കരാചാര്യർ പറയുന്നുണ്ടല്ലോ എന്ന് സ്വാമി വിവേകാനന്ദൻ അദ്ദേഹത്തിന്റെ സംഭാഷണത്തിൽ ഇക്കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോ സനാതന ധർമ്മം എന്ന് പറഞ്ഞാൽ അതിന്റെ കോറിലേക്ക് ഈ ചർച്ച ചെയ്യുന്നവരാരും പോകാൻ തയ്യാറാവുന്നില്ല. ഇത് തനി ജാതിയാണെന്നും ഇത് ചാതുർവർണ്ണ്യമാണെന്നും ഇത് മനുഷ്യർക്കിടയിലുള്ള വിവാഹ ജീവിതവും മനുഷ്യർക്കിടയിലുള്ള സാഹോദര്യവും മനുഷ്യർക്കിടയിലുള്ള കൊള്ളകൊടുക്കലുകളും മനുഷ്യർക്കിടയിലുള്ള പാരസ്പര്യ സഹജീവനത്തെ അംഗീകരിക്കുന്ന ഒന്നല്ല ഈ ധർമ്മം എന്ന് പറയുന്നത്. ഇത് ചാതുർവർണ്ണ്യമാണ്. ഈ ചാതുർവർണ്ണ്യം സനാതനമായി നിലനിൽക്കണമെന്നാണ് സനാതന ധർമ്മവാദികൾ പറയുന്നത്. ഈ ചാതുർവർണ്ണ്യം സനാതനമായിട്ടിരിക്കുക. ഒരു രസകരമായ കാര്യമുണ്ട്. ഭാഗവത പുരാണത്തിൽ കലിയുഗത്തെ സംബന്ധിച്ചൊരു സങ്കല്പം വിശദീകരിക്കുന്നുണ്ട്. ഭാഗവത പുരാണത്തിന്റെ 11ാം അധ്യായത്തിൽ. ഭാഗവത പുരാണത്തിൽ കൃഷ്ണൻ തന്നെ പറയുകയാണ് താൻ കലിയുഗത്തിൽ അവതരിക്കും, കൽക്കിയായിട്ട് അവതരിക്കും. എന്തിനു വേണ്ടിയാണ്? വർണ്ണാശ്രമ ധർമ്മത്തെ പണ്ടേ പോലെ പുനഃസ്ഥാപിക്കാൻ എന്ന് പറഞ്ഞാൽ ചാതുർവർണ്ണ്യം സ്ഥാപിക്കാൻ വേണ്ടിയാണ് ഭഗവാൻ നാരായണൻ കലിയുഗത്തിൽ അവതരിക്കാൻ പോകുന്നത് എന്ന് വളരെ വ്യക്തമായിട്ട് ഭാഗവത പുരാണത്തിൽ പറയുന്നുണ്ട്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഈ ഗീതയിൽ പറയുന്നുണ്ടല്ലോ ഗ്ലാനിർഭവതി കാലത നിഷിദ്ധാനമധർമ്മസ്യ തഥാത്മാനം സൃജാമ്യഹം സംഭവാമി യുഗേ യുഗേ. യഥാർത്ഥത്തിൽ സംഭവാമി യുഗേ യുഗേ എന്ന് പറഞ്ഞാൽ എവിടെയൊക്കെയാണ് വർണ്ണാശ്രമധർമ്മത്തിന് കോട്ടം സംഭവിക്കുന്നത്, അങ്ങനെ വർണ്ണാശ്രമധർമ്മത്തിനും ചാതുർവർണ്ണ്യത്തിനും കോട്ടം സംഭവിക്കുമ്പോൾ ആ വർണ്ണാശ്രമധർമ്മത്തെയും ചാതുർവർണ്ണ്യത്തെയും ഉയർത്താൻ വേണ്ടി ഭഗവാൻ നാരായണൻ അവതരിക്കുമെന്നാണ് ഈ സനാതന ധർമ്മത്തിന്റെ ഭഗവത്ഗീതാ സങ്കല്പം മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ടാണ് പിൽക്കാലത്ത് നാരായണ ഗുരുസ്വാമികൾ ഒരിക്കൽ നടരാജഗുരുവുമായിട്ടുള്ള സംഭാഷണത്തിൽ ഗുരുസ്വാമികൾ നടരാജഗുരുവിനോട് പറഞ്ഞു, ഗീത ഉപദേശിച്ച കൃഷ്ണൻ പിന്നീട് ദുഃഖിച്ചിരിക്കാം, ഗീത ഉപദേശിച്ച കൃഷ്ണൻ പിന്നീട് ദുഃഖിച്ചിരിക്കാം എന്നാണ് നാരായണ ഗുരുസ്വാമികൾ നടരാജഗുരുവിനോട് പറഞ്ഞത്. ഇപ്പോൾ പലരും നാരായണ ഗുരുസ്വാമികളെ
ഗീതയുടെ വക്താവാക്കാൻ നോക്കുക. യഥാർത്ഥത്തിൽ നമുക്ക് അതിലേക്ക് വരാം ശ്യാം. അതിനു മുമ്പ് ഒരൊറ്റ കാര്യം ഞാൻ ചോദിച്ചോട്ടെ? ഇപ്പോൾ ശ്യാം പറഞ്ഞു നിർത്തിയ ഒരു കാര്യമുണ്ടല്ലോ, ഇതിൻ്റെ ഒരു തുടർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ സനാതനധർമ്മം അല്ലെങ്കിൽ വർണ്ണാശ്രമധർമ്മത്തിൻ്റെ തുടർച്ചയ്ക്ക്, ജാതി വ്യവസ്ഥയുടെ തുടർച്ചയ്ക്ക് അതിനെ അതങ്ങനെ നിലനിന്ന് കൊണ്ടുപോവുക എന്ന് പറയുന്ന ഒരു സനാതന സങ്കല്പമായിട്ടാണ് ധർമ്മത്തെ കാണുന്നതെന്ന് ശ്യാം വിശദീകരിച്ചല്ലോ. പക്ഷേ ഇപ്പോൾ പറയുന്നത് ഇത് സനാതനധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഭൗതിക ലോകത്തിനപ്പുറത്ത് ആത്മീയ ലോകത്തെക്കുറിച്ചുള്ള കാര്യങ്ങളാണ്. അത് ജാതി, മതം, മറ്റ് ഭേദങ്ങൾ ഇതിനൊക്കെ അപ്പുറത്തുള്ള ചില കാര്യങ്ങളാണ് ഈ സനാതനധർമ്മം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഈ പറയുന്ന വിധത്തിലുള്ള കാര്യങ്ങളൊന്നുമേ അല്ല എന്നൊക്കെ പുതിയ വ്യാഖ്യാനങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ തവണ ഉദയനിധി സ്റ്റാലിൻ്റെ പ്രസ്താവനയൊക്കെ വിവാദമായ സമയത്ത് ഈ സനാതനധർമ്മത്തെ പിന്തുണയ്ക്കുന്നവർ, രാജ്യത്താകെ സനാതനധർമ്മത്തെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് എന്ന് പറയുന്ന ആളുകളൊക്കെ എന്താണ് സനാതനധർമ്മം എന്ന് വിശദീകരിച്ചുകൊണ്ട് ഒരുപാട് സാമൂഹ്യ മാധ്യമ കുറിപ്പുകളായിട്ടും ലേഖനങ്ങളായിട്ടും മറ്റ് വീഡിയോകളായിട്ടും ഒക്കെ ഇട്ടത്. ഇതിനകത്തൊക്കെ ഏതാണ്ട് ഒരേ സ്വഭാവമാണ്. കാരണം വെച്ചാൽ ഇതെന്തോ ഭൗതിക ലോകത്തിനപ്പുറത്തുള്ള എന്തൊക്കെയോ കാര്യങ്ങളാണ് ഈ സനാതനധർമ്മം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അത് ഈ വ്യവഹാരിക ലോകവുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് എന്നൊക്കെ വിശദീകരിച്ചിരുന്നു. ആ പറയുന്നതിന് എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? അതോ എന്താണോ വർണ്ണാശ്രമധർമ്മം അതുവഴി ഏത് രൂപത്തിലാണോ ജാതി വ്യവസ്ഥയ്ക്ക് രൂപം നൽകിയത്, ആ ജാതി വ്യവസ്ഥ ഏത് വിധത്തിലാണോ ഒരു ബ്രാഹ്മണ മേധാവിത്വത്തിന് വഴിയൊരുക്കിയത്, അതിൻ്റെ തുടർച്ച ഉറപ്പാക്കുക എന്നുള്ളതിൽ മാത്രം കേന്ദ്രീകരിക്കുന്നതാണോ സനാതനധർമ്മം? അതെ, തീർച്ചയായിട്ടും. അതിന് കാരണം ഈ മോക്ഷത്തെ സംബന്ധിച്ചാണല്ലോ ഇവിടെ സൂചിപ്പിച്ചത്. ആദ്യം മോക്ഷം എന്ന് പറയുന്ന സങ്കല്പത്തിൽ പോലും ഇന്ത്യയും പുറംതള്ളപ്പെട്ട ജനതയ്ക്ക് യാതൊരു സ്ഥാനവും. ഒരു ചെറിയ ഉദാഹരണം അതിലേക്ക് പറയുന്നു. ദശാധ്യായി എന്ന് പറയുന്ന വരാഹമിഹിരന്റെ ബൃഹത് സംഹിതയ്ക്ക് എഴുതപ്പെട്ട ഒരു വ്യാഖ്യാനമുണ്ട്. തലക്കുളത്തൂർ ഭട്ടതിരിയുടെ വ്യാഖ്യാനമാണ് ദശാധ്യായി. വളരെ പ്രസിദ്ധമായ ജ്യോതിഷ ഗ്രന്ഥമാണ് ദശാധ്യായി. ഈ ദശാധ്യായിയുടെ ആദ്യത്തെ ശ്ലോകം, വരാഹമിഹിരന്റെ ബൃഹത് ജാതകത്തിലെ ആദ്യത്തെ ശ്ലോകം, മൂർത്തുക്കേ പരികൽപ്പിത ശസുഹൃതോ പത്മാപുനർജന്മന ആത്മേത്യാത്മവിതാം പ്രതിഷ്ഠേകതാം ഭർത്താമര ജ്യോതിഷാം ലോകാനാം പ്രളയോദയസ്ഥാനേകതായ സ്വരു വാചന്നതാവിനൈകകരണ ത്രൈലോക്യ ദീപോ രവി എന്നാണ് ആദ്യത്തെ ശ്ലോകം. ഈ ശ്ലോകം വ്യാഖ്യാനിച്ചുകൊണ്ട് തലക്കുളത്തൂർ ഭട്ടതിരി ദശാധ്യായുടെ ആമുഖത്തിൽ എഴുതുന്നത് ത്രൈവർണികർക്ക് മാത്രമേ മോക്ഷത്തിന് അധികാരമുള്ളൂ എന്നായിരുന്നു. ത്രൈവർണികർക്ക് മാത്രം. ആരാണ് ത്രൈവർണികർ? ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ. ഈ 3 കൂട്ടർക്ക് മാത്രമേ ഗായത്രി ജപിക്കാൻ അർഹതയുള്ളൂ. അതുകൊണ്ട് ഈ 3 കൂട്ടർക്ക് മാത്രം, ഈ 3 വർണ്ണത്തിൽപ്പെട്ടവർക്ക് മാത്രമേ മോക്ഷത്തിന് അധികാരമുള്ളൂ എന്ന് വളരെ കൃത്യമായി ദശാധ്യായിൽ പറഞ്ഞു വെക്കുന്നു. അപ്പോൾ മറ്റുള്ളവർക്കാർക്കും മോക്ഷത്തിന് പോലും അധികാരം ഉണ്ടായിരുന്നില്ല, മോക്ഷത്തിന് പോലും അവകാശം ഉണ്ടായിരുന്നില്ല. എന്തിനേറെ പറയുന്നു, സന്യസിക്കാൻ പോലും അവകാശം ഉണ്ടായിരുന്നില്ല. മോക്ഷത്തിന് സത്യത്തിൽ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, വാൽമീകി രാമായണത്തിൽ ഒരു കഥയുണ്ടല്ലോ, ശംഭൂകന്റെ കഥ. നമ്മൾ നിരന്തരം കേട്ടിട്ടുള്ള ധാരാളം പറഞ്ഞിട്ടുള്ള ഒരു കഥയാണ് ശംഭൂകന്റെ കഥ. എന്തിനാണ് ശംഭൂകൻ തപസ് ചെയ്തത്? ശംഭൂകൻ തപസ് ചെയ്ത് ഇവിടെ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഭൗതികമായ സുഖത്തിന് വേണ്ടിയല്ല ശംഭൂകൻ തപസ് ചെയ്തത്. വാൽമീകി രാമായണത്തിൽ അങ്ങനെ ഒന്നും പറയുന്നില്ല. അദ്ദേഹം ആകെ ഒരു ആഗ്രഹം ശംഭൂകൻ ഉണ്ടായിരുന്നത് ആധ്യാത്മികമായ സ്വർഗലാഭമായിരുന്നു ശംഭൂകൻ ലക്ഷ്യമാക്കിയത്. ആധ്യാത്മികമായ സ്വർഗലാഭം. അതിനുവേണ്ടിയാണ് അദ്ദേഹം മരത്തിന് കീഴിൽ കിടന്ന് തപസ് ചെയ്തത്. അപ്പോ സാക്ഷാൽ ശ്രീരാമൻ ചെന്ന അദ്ദേഹത്തോട് ചോദിക്കുന്ന എന്താണ്, താങ്കളുടെ ജാതി ഏതാണ്, താങ്കൾ ഏത് വർണ്ണത്തിലാണ് പിറന്നത്? അപ്പോൾ ശംഭൂകൻ പറയുന്നു, ഞാൻ ശൂദ്രനാണ്, ശൂദ്രജാതിയിലാണ് ഞാൻ പിറന്നത് എന്ന് പറഞ്ഞ മാത്രയിൽ തന്നെ രാമൻ ശംഭൂകന്റെ തല വെട്ടി പിളർത്തുന്നതായിട്ടാണ് നാം കാണുന്നത്. ഇതിന്റെ അർത്ഥം എന്താണ്? ഒരു ശൂദ്രന് തപസ് ചെയ്യാനോ ആധ്യാത്മികമായ മോക്ഷത്തിനു വേണ്ടി ശ്രമിക്കുന്നതിനോ ഇന്ത്യയുടെ ആർഷഭാരത പാരമ്പര്യം അനുവദിച്ചിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അപ്പൊ ഇതിനൊരു അപവാദമായിട്ട് ചിലപ്പോൾ ചൂണ്ടിക്കാണിക്കാറുള്ള വിഷയം എന്ന് പറഞ്ഞാൽ, ധാരാളം ആളുകൾ വ്യാസൻ ഉണ്ടായിട്ടുണ്ടല്ലോ, വാൽമീകി ഉണ്ടായിട്ടുണ്ടല്ലോ, വ്യാസൻ ദളിതനായിരുന്നല്ലോ, വാൽമീകി ദളിതനായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇതിനെ സമീകരിക്കുകയും ന്യായീകരിക്കുകയും ചെയ്യുന്നത്. അതുകൂടി നമ്മൾ ഈ ഘട്ടത്തിൽ പരിശോധിക്കേണ്ടതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പൊതുവെ ഈ സനാതന ധർമ്മത്തിന്റെ വക്താക്കൾ പറഞ്ഞുറപ്പിക്കുന്ന ഒരു കാര്യം, വാൽമീകി എന്ന് പറയുന്ന ഒരു കീഴാളമാണ് സനാതന ധർമ്മം സൃഷ്ടിച്ചത്. അതുകൊണ്ട് ഇന്ത്യയിലെ പിന്നാക്ക വ്യാധിക്കാരും ദളിതരും ആദിവാസികളും ഈ സനാതന ധർമ്മം സംരക്ഷിക്കേണ്ടവരാണ് എന്നാണ് വാൽമീകിയെ സനാതന ധർമ്മത്തിന്റെ വക്താവാക്കാൻ ശ്രമിക്കുന്നതിലൂടെ അവർ പറയുന്നത്. അർത്ഥത്തിൽ
ഈ വാൽമീകിയിലൂടെ കീഴാളരെയാണ് ഇവർ യഥാർത്ഥത്തിൽ ലക്ഷ്യമാക്കുന്നത്. നമ്മളിവിടെ പരിശോധിക്കേണ്ടത് ആരാണ് വാൽമീകി. വാൽമീകി രാമായണത്തിൽ തന്നെ വാൽമീകിയെ സംബന്ധിച്ച് പറയുന്നത് പ്രജേതസോഹം പുത്രഹ, ഞാൻ പ്രജേതസിന്റെ പുത്രനാണ് എന്നാണ് വാൽമീകി പറയുന്നത്. അദ്ദേഹം ഏതെങ്കിലും കീഴാളനല്ല, പ്രജേതത്തിന് കീഴാളനല്ല. പ്രജേതസ് പ്രജാപതിയ ബ്രാഹ്മണ്യ പാരമ്പര്യത്തിൽപ്പെട്ട ആളാണ് പ്രജേതസ്. അദ്ദേഹം എങ്ങനെയാണ് കീഴാളനാകുന്നത്? തന്നെയല്ല, സംസ്കൃതത്തിൽ രചിക്കപ്പെട്ട അധ്യാത്മരാമായണം, സംസ്കൃതത്തിൽ മധ്യകാലഘട്ടത്തിൽ രചിക്കപ്പെട്ട അധ്യാത്മരാമായണത്തിൽ തന്നെ വളരെ വ്യക്തമായി വാൽമീകിയെ പറ്റി പറയുന്നുണ്ട്. വാൽമീകി തന്നെ പറയുന്ന വാചകങ്ങളായിട്ട് ഉദ്ധരിക്കുന്നതാണ് അധ്യാത്മരാമായണത്തിൽ. സംസ്കൃതത്തിൽ രചിക്കപ്പെട്ട അധ്യാത്മരാമായണത്തിൽ, എഴുത്തച്ഛന്റെ രാമായണത്തെ പറ്റിയല്ല ഞാൻ പറയുന്നത്. അവിടെ താൻ ജന്മം കൊണ്ട് ബ്രാഹ്മണനാണ് എന്നുള്ള വളരെ കൃത്യമായ പരാമർശം വാൽമീകി സംസ്കൃതത്തിൽ രചിക്കപ്പെട്ട അധ്യാത്മരാമായണത്തിൽ പറയുന്നു. ജന്മം കൊണ്ട് താൻ ബ്രാഹ്മണനാണ് എന്ന് തന്നെ പറയുന്നു. അപ്പൊ ഇങ്ങനെ ഈ അർത്ഥത്തിൽ പരിശോധിച്ചാൽ വാൽമീകി ആരല്ല? വാൽമീകി ഒരു ശ്രീകാളനുമല്ല, വാൽമീകി ഒരു ആദിവാസിയുമല്ല, വാൽമീകി ഒരു ദളിതനുമല്ല. അപ്പൊ വാൽമീകിയെ ആദിവാസിയും ദളിതനും ആക്കുന്നതിലൂടെ ഇന്ത്യൻ ബ്രാഹ്മണനെ ലക്ഷ്യമാക്കുന്നത് ഈ ബ്രാഹ്മണ്യത്തിന്റെ പാരമ്പര്യ വ്യവഹാരങ്ങളെ അടിച്ചമർത്തൽ വ്യവസ്ഥയെ ഇന്ത്യയിലെ പിന്നോക്ക ജാതിക്കാരിലേക്ക് പകരുന്നതിന് വേണ്ടിയാണ്, ഈ അടിച്ചമർത്തൽ വ്യവസ്ഥയെ പകർന്നു കൊടുക്കുന്നതിന് വേണ്ടിയാണ്. രണ്ട്, വ്യാസൻ സനാതന ധർമ്മത്തിന്റെ വക്താവാണ്. വ്യാസനാണ് ഈ സനാതന ധർമ്മം സൃഷ്ടിച്ചത്. വ്യാസന്റെ ആകട്ടെ ഇത് എളുവനും എന്ന് പറയുന്നുണ്ട്. ആരാണ് വ്യാസൻ? പരാശരൻ എന്ന് പറയുന്ന ബ്രാഹ്മണന് സത്യവതി എന്ന് പറയുന്ന മുക്കുവസ്ത്രീയിൽ എന്തായതാണ് വ്യാസൻ എന്നാ പറയുന്നത്. ഇനി നമുക്ക് സത്യവതി എന്ന് പറയുന്ന മുക്കുവത്തിയുടെ കഥയൊന്ന് പരിശോധിക്കാം. മുക്കുവത്തി എന്നുള്ളത് ഞാൻ കോട്ടാൻകോട്ടിലാണ് പറയുന്നത്, ആധുനികമായ അർത്ഥത്തിൽ അങ്ങനെ പ്രയോഗിച്ചുകൂടാ, അതുകൊണ്ടാണ്. അപ്പോൾ സത്യവതി ആരാണ്? സത്യവതി ഒരു അപ്സര സ്ത്രീയുടെ മകളാണ്. അപ്സര സ്ത്രീ ഒരു ശാപം കിട്ടി മീനായി മാറിയപ്പോൾ അവർക്കുണ്ടായ പുത്രിയാണ് സത്യവതി. അങ്ങനെ വരുമ്പോൾ സത്യവതി ആരാണ്? മുക്കുവത്തിയാണ്. സത്യവതി മത്സ്യകന്യയല്ല, സത്യവതി ഒരു അപ്സര സ്ത്രീ തന്നെയാണ്. അപ്പം നമ്മൾ ആ അർത്ഥത്തിൽ പരാശരൻ എന്ന് പറയുന്ന ബ്രാഹ്മണന് സത്യവതി എന്ന ഒരു അപ്സര സ്ത്രീ ഉണ്ടായ ഒരു കുട്ടി എങ്ങനെയാണ് മുക്കുവത്തിയാകുന്നതും വ്യാസൻ ദളിതനാകുന്നതും? ഈ അർത്ഥത്തിൽ പരിശോധിച്ചാൽ വ്യാസൻ ബ്രാഹ്മണനാണെന്ന് വളരെ വ്യക്തമാണ്, വളരെ വ്യക്തമാണ്. അന്നത്തെ കാലഘട്ടം ഒന്ന് പരിശോധിക്കുക. സംസ്കൃതത്തിലെ ഇന്ത്യയിലെ കീഴാളർക്ക് സംസ്കൃതത്തിൽ അവർ ഗ്രന്ഥമൊക്കെ രചിച്ചു എന്ന് പറയണമെങ്കിൽ ഇന്ത്യയിൽ വിദ്യ നിഷേധിച്ചൊരു പാരമ്പര്യമാണ് ബ്രാഹ്മണ്യത്തിന് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഇവർ ഇന്ത്യ ഗ്രന്ഥങ്ങളൊക്കെ രചിച്ചു എന്നൊക്കെ പറയുന്നത് ആ അർത്ഥത്തെ നമുക്ക് സംസ്കൃതത്തിൽ രചിച്ചു എന്ന് പറയുന്നത് ഇവർക്കും വിശ്വാസയോഗ്യമായ കാര്യമല്ല. തന്നെയല്ല, ഇവരുടെ ജന്മപാരമ്പര്യം, വ്യാസന്റെയും വാൽമീകിയുടെ ഒക്കെ ജന്മപാരമ്പര്യം പരിശോധിക്കുമ്പോൾ വ്യക്തമാകുന്നത് അവരാരും ദളിതരും ആദിവാസികളും അല്ല എന്ന് വളരെ കൃത്യമായിട്ട് ഗ്രന്ഥം പരിശോധിച്ചാൽ തന്നെ വ്യക്തമാകും. അതിന് വേറെങ്ങും പോണ്ട. വാൽമീകി രാമായണവും സംസ്കൃതത്തിൽ രചിക്കപ്പെട്ട അധ്യാത്മരാമായണവും മഹാഭാരതവും വായിച്ചു നോക്കിയാൽ തന്നെ ഇവരാരാണ്, ഇവരെങ്ങനെ ഉണ്ടായി എന്ന് വളരെ കൃത്യമായിട്ട് അതും പറയുന്നുണ്ട്. ഇത് ഞാൻ ആനുഷംഗികമായി പരാമർശിച്ചു എന്ന് മാത്രം. അപ്പോ ധർമ്മം, സനാതന ധർമ്മം എന്നതിന് ആധ്യാത്മികമായ അർത്ഥം പോലും ഇല്ല. ആധ്യാത്മികമായ അർത്ഥത്തിൽ പരിശോധിച്ചാൽ പോലും ഇന്ത്യയിലെ കീഴാളർക്കോ ദളിതർക്കോ ആദിവാസികൾക്കോ മോക്ഷം കിട്ടണമെന്നുള്ള സങ്കല്പം പോലും ഇന്ത്യൻ ബ്രാഹ്മണ്യത്തിന് സനാതന ധർമ്മത്തിന് ഉണ്ടായിരുന്നില്ല. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ദശാധ്യായി. ദശാധ്യായിൽ പറയുന്നു ത്രൈവർണിയർക്ക് മാത്രമാണ് മോക്ഷത്തിന് അധികാരം, മറ്റാർക്കുമില്ല. രാമൻ ചെയ്തത് എന്താണ്? ശംഭുവിനെ വധിച്ചതിലൂടെ ശൂദ്രർക്ക് താഴോട്ടാർക്കും മോക്ഷത്തിന് അധികാരമില്ല. വാൽമീകി രാമായണത്തിൽ തന്നെ ഒരു ബ്രാഹ്മണ ബാലൻ മരിക്കുന്ന രംഗത്തിലാണല്ലോ രാമൻ വസിഷ്ഠാദി ബ്രാഹ്മണൻ ആരെ വിളിച്ചു വരുത്തുന്നത്. അപ്പോൾ വസിഷ്ഠാദി ബ്രാഹ്മണർ രാമനോട് വിശദീകരിക്കുന്നുണ്ടോ, ഈ കൃതയുഗത്തിലും ത്രേതായുഗത്തിലും ദ്വാപരയുഗത്തിലും ഒക്കെ തന്നെ തപസ് ചെയ്യാൻ, പ്രാർത്ഥിക്കാൻ അധികാരം ത്രൈവർണികർക്ക് മാത്രമാണ്, മറ്റാർക്കുമില്ല. അതുകൊണ്ട് ഈ ധർമ്മത്തെ വെടിഞ്ഞുകൊണ്ട്, ഈ ത്രൈവർണിക ധർമ്മത്തെ വെടിഞ്ഞുകൊണ്ട് ഏതോ ശൂദ്രൻ തപസ് ചെയ്തതിന്റെ ഫലമായിട്ടാണ് ശംഭൂകൻ മരിക്കാനിടയായി, ശംഭൂകൻ വധിക്കപ്പെട്ടത്, ശംഭൂകൻ ആ വധശിക്ഷയ്ക്കിരയായത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ മോക്ഷധർമ്മം എന്നുള്ള സങ്കല്പം നമ്മൾ സ്വീകരിച്ചാൽ പോലും മോക്ഷത്തിന് പോലും അർഹതയില്ലാത്തവരായിട്ടാണ് ഇന്ത്യയിലെ ദളിതരെയും ആദിവാസികളെയും പിന്നോക്ക ജനതയെയും ഇന്ത്യൻ ബ്രാഹ്മണ്യം സ്ഥാനപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ആ അർത്ഥത്തിൽ പോലും സനാതനധർമ്മം ഏറ്റവും ക്രൂരമായ സങ്കല്പമാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. കുറെ കൂടെ നമ്മൾ ആഴത്തിൽ പരിശോധിച്ചാൽ, സൂക്ഷ്മമായിട്ട് നോക്കിയാൽ ഒരു കാര്യം കൂടി നമുക്ക് ഇതിനോട് ചേർത്ത് പറയാൻ കഴിയും. അത് ശംഭൂകന്റെ തല വെട്ടിയ മാത്രയിൽ ഇന്ദ്രൻ, യമൻ തുടങ്ങിയ സ്വർഗവാസികളായ ദേവന്മാരെല്ലാവരും ബലേഭേഷം എന്ന് പറഞ്ഞു. വളരെ നന്നായി, ഈ ശൂദ്രനായ ശംഭൂകൻ മരിച്ചത് നന്നായി, അവൻ ഇനി സ്വർഗത്തിലേക്ക് വരികയില്ലല്ലോ.
സത്യത്തിൽ ഇപ്പൊ അമിത്ഷാ പറഞ്ഞല്ലോ, ഈ അംബേദ്കർ ഒന്ന് ജയിക്കുന്നതിന് പകരം ഏതെങ്കിലും ദൈവനാമം ജപിച്ച സ്വർഗം കിട്ടുമായിരുന്നു എന്ന്. കിട്ടാനേ പോകത്തില്ല. സനാതന ധർമ്മം അനുസരിച്ച് എത്ര രാമനാമം ജപിച്ചാലും സ്വർഗം കിട്ടത്തില്ല. കാരണം ത്രൈവർണികർക്ക് മാത്രമേ മോക്ഷത്തിന് അർഹതയുള്ളൂ എന്നാണ് ഇന്ത്യൻ ബ്രാഹ്മണ്യം പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഒരു കാര്യം കൂടി ഇതിനോട് ചേർത്ത് പറയാം. നമ്മൾ സന്ധ്യയ്ക്ക് ചൊല്ലുന്ന രാമനാമം ഉണ്ടല്ലോ, രാമ രാമ പാഹിമ മുകുന്ദ രാമ പാഹിമ, രാമപാദം ചേരമേ മുകുന്ദ രാമ പാഹിമ. അത് തൊട്ടടുത്തൊരു വരിയുണ്ട്, അങ്ങയോട് ഭൂമി തന്നെ ബ്രാഹ്മണർക്ക് നൽകുവാൻ ഭാർഗവനായി വന്നുദിച്ച രാമ രാമ പാഹി. അപ്പൊ സന്ധ്യക്കിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും നമുക്ക് ഭൂമി കിട്ടുമെന്ന്. ഇതിലെ കീഴാളരും ദളിതരും പിന്നത്തെ ആൾക്കാരും ഒക്കെ ഈ രാമനാമം ജപിക്കുമ്പോൾ അങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ടാവാം, എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ആ പ്രാർത്ഥനയിൽ പറയുന്നത് എന്താണ്? അങ്ങയോട് ഭൂമി തന്നെ ബ്രാഹ്മണർക്ക് നൽകുവാൻ, ബ്രാഹ്മണർക്ക് ഭൂമി നൽകാൻ വരുന്ന രാമൻ എന്നെ രക്ഷിക്കട്ടെ എന്നാണ് ഈ സങ്കീർത്തനത്തിന്റെ അർത്ഥം. അപ്പോൾ നോക്കൂ, പ്രാർത്ഥന ജപിക്കുന്നവർക്ക് ഭൂമി നൽകണേ നല്ല പ്രാർത്ഥന. പ്രാർത്ഥന ആ സ്തുതി അതല്ല. നമ്മൾ ബ്രാഹ്മണർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു ഗതികേട് ഇന്ത്യൻ ജനതയ്ക്കല്ലാതെ മറ്റൊരു ജനതയ്ക്കും ഉണ്ടായിട്ടില്ല. ബ്രാഹ്മണർക്ക് സുഖം വരട്ടെന്ന് മറ്റുള്ളവരെല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഒരു അവസ്ഥാവിശേഷം ഉണ്ടാവുക. എന്നിട്ട് ഇന്ത്യയിലെ മർദ്ദിത ജനകോടികളെ ദുരിതത്തിലേക്കും കഠിന ദുഃഖ കയത്തിലേക്കും ഒക്കെ തെള്ളിയിടുന്ന ഒരു വ്യവസ്ഥയുടെ പേരാണ് സനാതന ധർമ്മം എന്ന് പറയും. അത് ഇന്ത്യയിലെ ഈ ചാതുർവർണ്ണീയ ജാതി വ്യവസ്ഥയാണ്. ഈ ചാതുർവർണ്ണീയ ജാതി വ്യവസ്ഥ അനുസരിച്ച് വിദ്യ അഭ്യസിക്കാൻ പോകാൻ സാധ്യമല്ല. നമ്മൾ ധർമ്മസൂത്രങ്ങൾ പരിശോധിച്ചാൽ ത്രൈവർണികർക്ക് മാത്രമേ ഗുരുകുലത്തിൽ പോകാൻ സാധ്യമാകുമായിരുന്നുള്ളൂ. മറ്റാർക്കും തന്നെ ഗുരുകുലത്തിൽ പ്രവേശനം ഉണ്ടായിരുന്നില്ല. അത് ഈ വസിഷ്ഠാദി ധർമ്മസൂത്രങ്ങളിൽ വേറെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. മറ്റാർക്കും തന്നെ അവിടെ പ്രവേശനം ഉണ്ടായിരുന്നില്ല. മറ്റാർക്കും വിദ്യ അഭ്യസിക്കാൻ സാധിക്കുമായിരുന്നില്ല. വൈശ്യർക്കെല്ലാവർക്കും കച്ചവടം ചെയ്യുവാൻ സാധിക്കുമായിരുന്നില്ല. അർത്ഥശാസ്ത്രത്തിൽ ഇത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. യേശത്രൈ ധർമ്മ ചതുർത്ഥ എന്ന് പറഞ്ഞുകൊണ്ട് അർത്ഥശാസ്ത്രത്തില് ഈ ചാതുർവർണ്ണയത്തെ വളരെ കൃത്യമായി സ്ഥാനപ്പെടുത്തുന്നുണ്ട്. അതിൽ ത്രൈർ ഉപദേശിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അർത്ഥശാസ്ത്രത്തിൽ പറയുന്നത് ബ്രാഹ്മണസ്യ അധ്യയനം അധ്യാപനം യജനം യാചനം ധക. അപ്പൊ ബ്രാഹ്മണന്റെ ജോലി എന്തൊക്കെയാണ്? അധ്യാപനം, യജനം, യാചനം ഒക്കെയാണ്. ശൂദ്രന്റെ ജോലി എന്താണ്? ശൂദ്രസ്യ ദ്വിജാതി ശുശ്രൂഷ വാർത്താകാരി കുശീലവ കർമ്മശ. ശൂദ്രന്റെ ജോലി എക്കാലവും ദ്വിജാതി ശുശ്രൂഷയാണ്. ദ്വിജാതികൾ എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ്? ബ്രാഹ്മണനും ക്ഷത്രിയരും വൈശ്യരുമാണ് ദ്വിജാതികൾ. അതായത് പൂണൂലുപനയനത്തിലൂടെ രണ്ടാമത് ജനിച്ചവരെയാണ് ദ്വിജാതികൾ എന്ന് പറയുന്നത്. അങ്ങനെ രണ്ടാമത് ജനിച്ചവർക്ക് വേണ്ടി മൂന്നാമത് ഏകജാതിയായ ശങ്കരൻ പറയുന്നുണ്ട്, ഏകജാതിത്വേ ശൂദ്ര അസമാസകരണം ഏകജാതിത്വേ സതി വേദാനധികാരാത്. ശൂദ്രൻ ഏകജാതിയായതിനാൽ പൂണൂലുപനയനം നടക്കാത്തതിനാൽ അവന് വേദത്തിൽ അധികാരമില്ല. അങ്ങനെ വേദത്തിൽ അധികാരമില്ലാത്ത ശൂദ്രൻ ജീവിതകാലം മുഴുവൻ ബ്രാഹ്മണ സേവ നടത്തുക. കേരളത്തിൽ ആരാണ് ശൂദ്രൻ എന്ന് ഞാൻ പറയാതെ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് അതിന് ആ ചർച്ചയിലേക്ക് തൽക്കാലം ഞാൻ പോകുന്നില്ല. ഒരു ഒറ്റ കാര്യം ചോദിച്ചോട്ടെ. ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു ഇപ്പോഴല്ല, കുറെ കാലമായിട്ട് ആ ശ്രമം നടക്കുന്നുണ്ട്. ഈ ശ്രീനാരായണ ഗുരു സനാതന ധർമ്മത്തിൻ്റെ പ്രയോക്താവായിരുന്നു എന്ന് സ്ഥാപിച്ചെടുക്കാനുള്ള ഒരു ശ്രമം കുറെ കാലമായിട്ട് നടക്കുന്നുണ്ട്. അതിന് പല കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഈ ഹൈന്ദവാചാരപ്രകാരമുള്ള പ്രതിഷ്ഠകളൊക്കെ നടത്തിയ ആളാണല്ലോ ശ്രീനാരായണ ഗുരു എന്നൊക്കെ വാദിച്ചുറപ്പിക്കാൻ ശ്രമിക്കുന്ന ആളുകളുണ്ട്. താങ്കളുടെ പഠനത്തിൽ ശ്രീനാരായണ ഗുരു ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഈ പറയുന്ന സനാതന ധർമ്മത്തെ ഏതെങ്കിലും അളവിൽ സ്വാംശീകരിക്കുകയോ പറയുകയോ ചെയ്തതായിട്ട് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ഒരു സംഗതി ഇല്ല എന്നുള്ളതാണ് യാപം. നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. 1888 അരിയപ്പുറത്ത് നാരായണ ഗുരുസ്വാമികൾ ഒരു പ്രതിഷ്ഠ നടത്തുക. നടരാജഗുരു അതിനെപ്പറ്റി എഴുതുന്നുണ്ട്. കുമാരനാശൻ അതിനെപ്പറ്റി എഴുതുന്നുണ്ട്. കുമാരനാശൻ പറയുന്നത് നെയ്യാറ്റിൽ നിന്നും ഈ ശില എടുത്തുകൊണ്ട് വന്ന് മണിക്കൂറുകളോളം ഗുരുസ്വാമികൾ ആ ശിലയും കയ്യിൽ വെച്ചുകൊണ്ട് അദ്ദേഹം കരയുകയായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ പാവങ്ങളുടെ കണ്ണീരാണ് നാരായണ ഗുരുസ്വാമികൾ പ്രതിഷ്ഠയാക്കി മാറ്റിയത്. ഏത് തന്ത്രവിധി അനുസരിച്ചാണ് അദ്ദേഹം പ്രതിഷ്ഠ നടത്തിയത്? നോക്കൂ, തന്ത്രവിധി അനുസരിച്ച് ഗുരുവിന് പ്രതിഷ്ഠ കഴിക്കാൻ സാധ്യമല്ല. തന്ത്രസമുച്ചയത്തിൽ പറയുന്ന എന്താണ്? വിപ്രകുലീനഃ കൃതസംസ്ഥയൗഗഃ സ്വതീത വേദാഗമ തത്വവേത്ത എന്നാണ് പറയുന്നത്. പ്രതിഷ്ഠ ചെയ്യാനുള്ള അധികാരി ബ്രാഹ്മണനായിരിക്കണം. വിപ്രഹ കുലീനഃ കൃതസംസ്ക്രിയൗഗഃ. കൃതസംസ്ക്രിയ എന്ന് പറഞ്ഞാൽ ഷോഡശ സംസ്കാരങ്ങൾ നിർവഹിച്ച ആളായിരിക്കണം. വർണ്ണാശ്രമാചാരപരോധി ദീക്ഷോ, വർണ്ണാശ്രമധർമ്മത്തിൽ ദീക്ഷിതനായിരിക്കണം. അതാണ് ആചാര്യന്റെ
ഏറ്റവും പ്രധാനപ്പെട്ട യോഗ്യത വർണ്ണാശ്രമാചാരപരോധി ദീക്ഷോ. ഇതിലേതെങ്കിലും ഗുണങ്ങൾ നാരായണ ഗുരുവിനുണ്ടായിരുന്ന, അല്ലെങ്കിൽ ഈ ഏതെങ്കിലും വർണ്ണാശ്രമ ധർമ്മത്തെ അനുസരിച്ചാണോ നാരായണ ഗുരുസ്വാമികൾ അരിയപ്പുറത്ത് പ്രതിഷ്ഠ നടത്തിയത്? നോക്കൂ, ഈ അരിയപ്പുറത്ത് ആദ്യകാലത്ത് പ്രതിഷ്ഠ നടത്തുമ്പോൾ അതിന് ചുറ്റുമതിൽ പോലും ഉണ്ടായിരുന്നില്ല. ഒരു തുറസായ സ്ഥലത്താണ് അദ്ദേഹം അരിയപ്പുറത്ത് പ്രതിഷ്ഠ നടത്തുന്നത്. പിന്നീടാണ് അതിന് ചുറ്റുമതിലൊക്കെ ഉണ്ടായി വന്നത്. അപ്പം അവിടെ എഴുതി വെച്ച ഒരു വാക്യം എന്താണ്? സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനം നൽകുക. അതിനൊരു ഭീകരമായ ചരിത്രമുണ്ട്. കാരണം കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ ചരിത്രം എന്താണെന്ന് പരിശോധിച്ചാൽ ഈ ചരിത്രവും നമുക്ക് വ്യക്തമാണ്. കാരണം കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ ശ്രീകോവിലിനകത്ത് പ്രവേശിക്കാൻ സാധ്യതയുണ്ടായിരുന്നത്, അനുവാദം ഉണ്ടായിരുന്നത് ബ്രാഹ്മണന് മാത്രമാണ്. നാലമ്പലത്തിന് പുറത്ത് അമ്പലവാസികൾക്ക് മാത്രമാണ്. ഇന്ത്യയിലെ കീഴാളർ വളരെ ദൂരത്ത് നിന്നും കൊടിമരത്തിന്റെ മുകളിലെ വാഹനം നോക്കി തൊഴുതോണമെന്നായിരുന്നു തന്ത്രശാസ്ത്ര വിധി. എം.ജെ. സാനുമാഷ് അദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്ത് അമ്മയുമായി ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തിയതിനെ പറ്റി അദ്ദേഹം ആത്മകഥ എഴുതുന്നുണ്ട്. അതിനകത്ത് സാനുമാഷ് പറയുന്നത്, അമ്മയുമായി ക്ഷേത്രത്തിൽ ചെന്ന് വളരെ ദൂരെ നിന്ന് തൊഴുതു, തങ്ങൾ മാറി നിന്നപ്പോൾ ഒരു പോറ്റി കൊണ്ടുവന്ന് പ്രസാദം വച്ചു, അത് പോറ്റി പോയി കഴിഞ്ഞപ്പോൾ പോയി എടുത്തുകൊണ്ട് വന്നു. അപ്പോൾ ഒത്തിരായിരുന്ന സാനു അമ്മയോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് തങ്ങൾക്ക് ഇത്രയും ദൂരെ മാറി നിൽക്കേണ്ടി വന്നത് എന്ന്. ഇതായിരുന്നു ക്ഷേത്ര സങ്കല്പം എന്ന് പറയുന്നത്. എല്ലാവർക്കും പ്രവേശനമൊന്നും ഉണ്ടായിരുന്ന ഒന്നല്ല ക്ഷേത്രം എന്ന് പറയുന്ന സങ്കല്പം. എന്തിനാണ് മഹൻ സത്യാഗ്രഹം നടന്നത്? എന്തിനാണ് ഡോക്ടർ ബി ആർ അംബേദ്കറിന്റെ നേതൃത്വത്തിൽ നാസിക്കിൽ സമരം നടന്നത്? കേരളത്തിൽ ടി കെ മാധവന്റെ നേതൃത്വത്തിൽ നാരായണ ഗുരുസ്വാമികളും സഹോദരൻ അയ്യപ്പന്റെ ഒക്കെ നേതൃത്വത്തിൽ എന്തിനാണ് വൈക്കത്ത് സത്യാഗ്രഹം നടന്നത്? എല്ലാവർക്കും ഉള്ള ഒന്നായിരുന്നില്ല ക്ഷേത്രം. ക്ഷേത്രത്തിന്റെ സങ്കല്പങ്ങളും കെട്ടുവിധാനങ്ങളും അത്തരത്തിലുള്ള ഒന്നായിരുന്നില്ല. വർണ്ണാശ്രമ ധർമ്മം അനുസരിച്ച്, ചാതുർവർണ്ണ്യം അനുസരിച്ച് എല്ലാവർക്കും പ്രവേശിക്കാവുന്ന ഇടമായിരുന്നില്ല ക്ഷേത്രം. ഇണ്ടംതുരുത്തിയും ഗാന്ധിയും തമ്മിലുള്ള സംഭാഷണത്തിൽ ഇണ്ടംതുരുത്തി അത് വളരെ വ്യക്തമാക്കുന്നുണ്ടല്ലോ. അപ്പം ഈ ചാതുർവർണ്ണ്യ വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ, വർണ്ണാശ്രമ ധർമ്മത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ ക്ഷേത്രങ്ങൾ നിലനിന്നത്. ആ കേരളത്തിൽ നിലനിന്ന ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠ നടത്തുവാനോ പ്രവേശിക്കുവാനോ ഒരു അവർണ്ണന് ഒരിക്കലും സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. അപ്പം ഇതാണ് ക്ഷേത്രത്തിൽ മറ്റുള്ളവർ പ്രവേശിക്കാതെ ചാതുർവർണ്ണ്യം പരിപാലിക്കുക എന്നുള്ളതായിരുന്നു സനാതന ധർമ്മം. ആ സനാതന ധർമ്മത്തെ ഉല്ലംഘിച്ചുകൊണ്ടാണ് നാരായണ ഗുരുസ്വാമികൾ അരിയപ്പുറത്ത് കാരുണ്യത്തിന്റെ മഹാപ്രതിഷ്ഠ നടത്തിയത്. ഇനിയും പറയാം, അദ്ദേഹം ഹൈന്ദവ ദേവതകളെയാണ് പ്രതിഷ്ഠിച്ചത്. ഇത് നമ്മൾ വളരെ ആഴത്തിൽ പരിശോധിക്കേണ്ട ഒരു വിഷയമാണ്. ഇത് ആളുകൾ വളരെ പെട്ടെന്ന് തന്നെ തെറ്റിദ്ധരിപ്പിക്കാൻ ഉതകുന്ന ഒരു കാര്യം കൂടിയാണ്. എന്നാണ് ഹൈന്ദവം എന്ന് പറയുന്ന സങ്കല്പം ഉണ്ടായി വന്നത്? 16-ാം നൂറ്റാണ്ടിൽ കാശ്മീരിൽ രചിക്കപ്പെടുന്ന സൈനതരംഗിണി എന്ന പുസ്തകത്തിൽ ഹിന്ദു കഹ എന്നൊരു പരാമർശം കാണും. എന്നതിൽ കവിഞ്ഞ് ഹിന്ദു എന്നൊരു പരാമർശം വേദങ്ങളിലോ ഇതിഹാസങ്ങളിലോ പുരാണങ്ങളിലോ ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലോ 19-ാം നൂറ്റാണ്ടിന്റെ അവസാനം കേരളത്തിൽ രചിക്കപ്പെട്ട പുഴുക്കാട്ട് പച്ചയിൽ പോലും ഹിന്ദു എന്ന വാക്കില്ല. പിന്നെ ഏത് ഹൈന്ദവ ബിംബത്തെ പറ്റിയാണ് പറയുന്നത്? ഹൈന്ദവം എന്നുള്ള വാക്ക് തന്നെ ആ അർത്ഥത്തിൽ ചരിത്രപരമായ ആഴത്തിൽ വേരുകളുള്ള ഒന്നല്ല. ഇത് ഞാൻ പറയാൻ കാരണം, യോക്കോച്ചി ദുർഗ എന്ന് പറയുന്ന ദേവതയെ സംബന്ധിച്ച് നടത്തിയ പഠനത്തിൽ അവർ പറയുന്നത്, ദുർഗ എന്ന് പറയുന്ന വിന്ധ്യാവാസിനിയായ ദേവത ആദ്യകാലത്ത് വിന്ധ്യാപർവ്വതത്തിൽ വസിച്ചിരുന്ന ആദിവാസികൾ ആരാധിച്ചിരുന്ന ഒരു അമ്മ ദൈവമായിരുന്നു എന്നും, ഈ അമ്മ ദൈവത്തെ പിൽക്കാലത്ത് ഇന്ത്യൻ ബ്രാഹ്മണ്യം ദുർഗയായി സ്വാംശീകരിക്കുകയായിരുന്നു എന്നും വളരെ വ്യക്തമായിട്ട് യോക്കോച്ചി വാരിയർ ഗോഡസ് എന്ന് പറയുന്ന അവരുടെ വിഖ്യാതമായ പ്രബന്ധത്തിൽ വീക്ഷിക്കുന്നുണ്ട്. ഇതുപോലെ ഇത് ഞാൻ മുമ്പ് പലവട്ടം പറഞ്ഞിട്ടൊരു കാര്യമാണ്. തിരുപ്പതി എന്ന് പറയുന്ന സ്ഥലത്ത് ഇന്ന് അറിയപ്പെടുന്ന തിരുപ്പതി ക്ഷേത്രത്തിൽ ആദ്യകാലത്ത് പന്നിയെയാണ് ആരാധിച്ചത്. ചാമകൃഷി ചെയ്തിരുന്ന ആദിവാസികൾ ആരാധിച്ചിരുന്ന ഒരു ദേവതയായിരുന്നു പന്നി. ഈ പന്നി ഇന്ത്യൻ ബ്രാഹ്മണി എന്താക്കി മാറ്റി? വരാഹമാക്കി സ്വാംശീകരിച്ചു. ഇനി കേരളത്തിലേക്ക് വന്നാൽ, കേരളത്തിൽ തിരുപ്പുലിയൂർ ക്ഷേത്രമുണ്ട്. ചെങ്ങന്നൂരിനടുത്താണ് ഈ പുലിയൂർ മഹാവിഷ്ണു ക്ഷേത്രം. ആ പുലിയൂർ ക്ഷേത്രത്തെ സംബന്ധിച്ച് നമുക്കൊരു രേഖ ലഭ്യമായിട്ടുണ്ട്. ആ രേഖയുടെ പേര് തിരുപ്പുലിയൂർ ഗ്രന്ഥവരി എന്നാണ്. ഈ തിരുപ്പുലിയൂർ ഗ്രന്ഥവരിയിൽ പറയുന്നത്, കൂന്തൽ എന്നൊരു ഭൂതം അതിന് ശാസ്താവായി നിവേദ്യം എന്നാണ്. അതായത് ഈ തിരുപ്പുലിയൂരില് കൂന്തൽ എന്നൊരു ഭൂതം ഉണ്ടായിരുന്നു. കാവിനകത്ത് കൂന്തൽ എന്നൊരു ഭൂതം ഉണ്ടായിരുന്നു. ബ്രാഹ്മണ്യം ഈ തിരുപ്പുലിയൂരിലേക്ക് അധിനിവേശിച്ചതിന് ശേഷം ഈ കൂന്തൽ എന്ന് പറയുന്ന ഭൂതത്തെ അവര് ശാസ്താവാക്കി മാറ്റി സംസ്കരിച്ചു. ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്ത്യയിലെ അവർണ്ണ ജനതകളുടെ ആയിരുന്നു ഈ ആരാധനാമൂർത്തികളെല്ലാം. എല്ലാ ആരാധനാമൂർത്തികളാണ്. നമ്മൾ ഋഗ്വേദത്തിലേക്ക് വരൂ. ഋഗ്വേദം ഒന്ന് പരിശോധിക്കാം. ഋഗ്വേദത്തിൽ ഏതൊക്കെ ദേവതകളാണല്ലോ? ഇന്ന് കാണുന്ന ഏതെങ്കിലും ദേവതകൾ ഋഗ്വേദത്തിലുണ്ടോ?
ഇന്ദ്രൻ, അഗ്നി, യമൻ, നൃതി, വരുണൻ, വായു ഇങ്ങനെയുള്ള കുറച്ച് ആര്യ പുരുഷ ദേവതകളല്ലാതെ ഇന്ന് കാണുന്ന ഭദ്രകാളി ഋഗ്വേദത്തിലുണ്ട്. ഇല്ല, ഭദ്രകാളി ആരുടെ ദേവതയാണ്? ഭദ്രകാളി ഇന്ത്യയിലെ അവർണരുടെ ദേവതയാണ്. കാരണം ബാണഭട്ടൻ രചിച്ച കാദംബരിയും ഹർഷചരിതമൊക്കെ പരിശോധിച്ചാൽ അറിയാം, ശബരർ ആദിവാസികളെ പൂജിക്കുന്ന ശബരർ എന്ന് പറയുന്ന ആദിവാസി വിഭാഗം ഭദ്രകാളിയെ പൂജിക്കുന്നത് സംബന്ധിച്ച പരാമർശം ബാണഭട്ടന്റെ കൃതികൾക്കാണ്. അതുപോലെ തന്നെ ദക്ഷിണേന്ത്യ രചിക്കപ്പെട്ട ബ്രഹ്മയാമം എന്ന് പറയുന്ന ഗ്രന്ഥം, അതിൽ ഭദ്രകാളിയെ പൂജിക്കേണ്ടത് പാരശവരാണ് എന്ന് വളരെ വ്യക്തമായി പരാമർശിക്കുന്നുണ്ട്. അപ്പൊ ഇന്ത്യയിലെ അവർണ ജനതതികളുടെ ദേവതാ സങ്കല്പങ്ങളെ ഇന്ത്യൻ ബ്രാഹ്മണൻ സ്വാംശീകരിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് ഇതെല്ലാം തന്നെ ഹൈന്ദവ ബിംബമാണ് എന്ന് പറയുന്നത് ചരിത്രപരമല്ല. അത് ബഹുജനങ്ങളുടെ ദേവതാ സങ്കല്പമാണ്, ബഹുജനങ്ങളുടെ ആരാധനകളാണ്, അതൊരു ബഹുസ്വര ധാരയായിട്ടുള്ളതാണ്. വളരെ അടുത്തൊരു ഉദാഹരണം പരിശോധിച്ചാൽ ഏതാണ്ട് 10-11 നൂറ്റാണ്ടിൽ രചിക്കപ്പെടുന്ന ത്രിലോചന ശിവാചാര്യരുടെ പ്രായശ്ചിത സമുച്ചയം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ അവർണർ പ്രതിഷ്ഠിത ശിവലിംഗത്തെ ബ്രാഹ്മണർ പൂജിക്കാൻ പാടില്ല എന്ന് പറയുന്നത്. അതിന്റെ അർത്ഥം എന്താണ്? ശിവൻ എന്ന് പറയുന്ന ദേവത ബ്രാഹ്മണരുടേതാകുന്നതിന് മുമ്പ് ഒരു ശൈവിസം, അടിസ്ഥാന ശൈവധർമ്മ പാരമ്പര്യം നിലനിന്നിരുന്നതെന്നും ആ അടിസ്ഥാന ശൈവധർമ്മ പാരമ്പര്യത്തിന്റെ വക്താക്കളും പ്രയോക്താക്കളും ഒക്കെ തന്നെ അടിസ്ഥാന ജനവിഭാഗങ്ങളായ തീരാള മനുഷ്യരായിരുന്നു എന്ന് നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാവും. ഈ ശിവനെയാണ് പിൽക്കാലത്ത് ബ്രാഹ്മണ്യം സ്വാംശീകരിച്ചത്. ഭാഗവത പുരാണത്തിൽ ദക്ഷൻ ശിവനെ ചണ്ടാളനെ വിച്ഛേദിക്കുന്നുണ്ട്. പക്ഷെ ഈ ശിവനെ പിൽക്കാലത്ത് പൂണൂലിട്ട് ഇന്ത്യൻ ബ്രാഹ്മണ്യം അവരുടേതാക്കി മാറ്റി. അപ്പൊ ഹൈന്ദവ ബിംബങ്ങൾ ഗുരു പ്രതിഷ്ഠിച്ചത് കൊണ്ട് ഗുരു ഹിന്ദുവാണ് എന്ന് പറയുന്നത് ചരിത്രപരമായി യാതൊരു അടിത്തറയില്ല. ഇന്ത്യയിലെ സാധാരണക്കാരുടെ ദൈവസങ്കല്പങ്ങളെ ഗുരു അവരുടെ ദുഃഖത്തിന് പരിഹാരമായി പ്രതിഷ്ഠിക്കുക മാത്രമാണ് ചെയ്തത്. ഒരു കാര്യം കൂടി ഇതിനോട് ചേർത്ത് വെച്ചാൽ മാത്രമേ ഈ വാദം പൂർത്തിയാവുകയുള്ളൂ. അത് ഗുരു വളരെ വ്യക്തമായി 1925 പിന്നീ പിൻഗാമനുമായിട്ടുള്ള സംഭാഷണത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. ഹിന്ദു മതം എന്നൊരു മതമേ ഇല്ലല്ലോ. 1916 ഗുരു പറഞ്ഞു, നാം ജാതി മതഭേദങ്ങൾ വിട്ടിട്ട് ഇപ്പോൾ ഏതാനും സംവത്സരങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. എന്താണ് ഇതിന്റെ അർത്ഥം? താൻ ജാതിയും മതഭേദങ്ങളും ഉപേക്ഷിച്ചെന്ന ഗുരു പറഞ്ഞത്. ഗുരു തന്നെ വ്യക്തമാകുന്നു. കൊല്ലം പട്ടത്താനത്ത് നടന്ന സംഭാഷണത്തിൽ, പ്രസംഗത്തിൽ ഗുരു പറയുന്നത്, നാം ജാതി മതഭേദങ്ങൾ വിട്ടിട്ട് ഏതാനും സംവത്സരങ്ങളായിരിക്കുന്നു എന്നതിന്റെ അർത്ഥം നമുക്കേതെങ്കിലും ജാതിയോടോ നമുക്കേതെങ്കിലും മതത്തോടോ പ്രത്യേക മമതയില്ല എന്നാണ് ഇതിനർത്ഥം. കൂടാതെ സീറ്റുപരാനായിട്ടുള്ള സംഭാഷണത്തിൽ ഒരു കാര്യം ഗുരു വ്യക്തമാക്കുന്നു. ശൈവമതം, വൈഷ്ണവമതം, ശാക്തേയമതം തുടങ്ങിയ 11 മതരൂപങ്ങളെ പറ്റി ഗുരു വ്യക്തമാക്കുന്നുണ്ട്. ഈ മതരൂപങ്ങളെല്ലാം തന്നെ ആര്യബ്രാഹ്മണ മതത്തിന്റെ രൂപങ്ങളാണ്. അപ്പം താൻ ജാതിമത ഭേദങ്ങൾ വിട്ടിരിക്കുന്നു എന്ന് 1916 ഗുരു പറഞ്ഞതിലൂടെ എന്താണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്? അദ്ദേഹം അദ്വൈതം എന്ന് പറയുന്ന മതം വിട്ടതിനെ സംബന്ധിച്ചും അദ്ദേഹം ഹിന്ദു ഇന്ന് കരുതപ്പെടുന്ന മതം ഉപേക്ഷിച്ച് ഒരു സ്വതന്ത്ര മനുഷ്യനായി നിൽക്കുന്നതിനെ സംബന്ധിച്ചാണ് ഗുരു വ്യക്തമാക്കുന്നത്. അങ്ങനെയുള്ള ഗുരുവിനെ എങ്ങനെയാണ് നമുക്ക് ഏതെങ്കിലും ഒരു മതത്തിന്റെ വ്യക്തമാക്കാൻ കഴിയുക? ഗാന്ധിയുമായുള്ള സംഭാഷണത്തിൽ ഗാന്ധി ഗുരുവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ടോ? ഹിന്ദുമതം ആധ്യാത്മികമായ മോക്ഷലാഭത്തിന് പര്യാപ്തമാണെന്ന് സ്വാമി കരുതുന്നുണ്ടോ? ഗുരു പറഞ്ഞ മറുപടി, മറ്റു മതങ്ങളിലും മോക്ഷമാർഗങ്ങൾ ധാരാളമുണ്ടല്ലോ. മറ്റു മതങ്ങളിലും മോക്ഷമാർഗങ്ങൾ ധാരാളമുണ്ടല്ലോ. അല്ലാതെ ഹിന്ദു മതത്തിൽ മോക്ഷമാർഗമുണ്ട്, ഹിന്ദുമതം അതിന് പര്യാപ്തമാണെന്നല്ല ഗുരു പറഞ്ഞത്. ഗുരു പറഞ്ഞത് എന്താണ്? മറ്റു മതങ്ങളിലും മോക്ഷമാർഗങ്ങൾ ഉണ്ടല്ലോ എന്ന്. ഇങ്ങനെ ഒരു ബഹുസ്വരമായ വിശ്വാസധാരയുടെ പക്ഷത്താണ് ഗുരു നിലയുറപ്പിച്ചിട്ടുള്ളത്. ഇങ്ങനെ മറ്റു മതങ്ങളിലും മോക്ഷമാർഗങ്ങൾ ധാരാളമുണ്ടല്ലോ എന്ന് പറയുകയും ഹിന്ദുമതം പര്യാപ്തമാണ് എന്നുള്ള കാര്യം സമ്മതിക്കാതിരിക്കുകയും ചെയ്യും. സഹോദരൻ അയ്യപ്പനോട് അദ്ദേഹത്തെ ധാരാളം ആളുകൾ ഉപദ്രവിച്ചപ്പോൾ ഗുരു പറഞ്ഞ എന്താണ്? ക്രിസ്തുവിനെ പോലെ ക്ഷമിക്കാനാ പറഞ്ഞത്. രഹാമനെ പോലെ, കൃഷ്ണനെ പോലെ ക്ഷമിക്കാൻ ഗുരു പറഞ്ഞിരുന്നു. ഗുരു പറഞ്ഞ എന്താണ്? ക്രിസ്തുവിനെ പോലെ ക്ഷമിക്കും. അപ്പൊ ക്ഷമ എന്ന് പറയുന്ന സങ്കല്പം ഉണ്ടല്ലോ, അത് ആർക്കേ കഴിയൂ? അത് സ്നേഹവും സാഹോദര്യവും ഉള്ളവർക്ക് ക്ഷമിക്കാൻ കഴിയും. ഗുരു തന്നെ പറയുന്നുണ്ടല്ലോ, ഈ സനാതന ധർമ്മം എന്ന് പറയുന്ന സങ്കല്പം വിശദീകരിക്കുമ്പോൾ ആഴത്തിൽ പരിശോധിക്കേണ്ടത് ഗുരു സനാതനം എന്ന വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഗുരു പറയുന്നത് സനാതന ധർമ്മങ്ങൾ തുല്യപ്രധാനങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഗുരു വ്യക്തമാക്കുന്നത് സ്നേഹത്തിന് ക്രിസ്തുമതവും സാഹോദര്യത്തിന് മുഹമ്മദ് മതവും. സ്നേഹമില്ലാതെ സാഹോദര്യമോ സാഹോദര്യമില്ലാതെ സ്നേഹമോ നിലനിൽക്കുന്നില്ല. ഏതെങ്കിലും ഒന്ന് മാത്രമാണ് ഉത്കൃഷ്ടം എന്ന് പറയുന്നത് ശരിയല്ല എന്ന് ഗുരുസ്വാമികൾ വളരെ വ്യക്തമായി സി വി കുഞ്ഞിരാമനോട് പറയുന്നുണ്ട്.
അന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് സനാതന ധർമ്മങ്ങൾ തുല്യ പ്രധാനം. എന്താണ് സാഹോദര്യത്തെയുമാണ് ഗുരുസ്വാമികൾ സനാതനമെന്ന് സ്ഥാനപ്പെടുത്തിയത്. അപ്പൊ സ്നേഹമില്ലാതെ സാഹോദര്യമില്ല, സാഹോദര്യമില്ലാതെ സ്നേഹമില്ല. അപ്പൊ സ്നേഹവും സാഹോദര്യവും കൂടെ ചേരുന്ന മാനവ മതത്തെയാണ് ഗുരു സനാതന എന്ന് വിളിച്ചത്. അപ്പൊ സ്നേഹവും സാഹോദര്യവുമാണ് ശാശ്വത മൂല്യമായി ഇരിക്കേണ്ടത് എന്ന് ഗുരു പറഞ്ഞു വെച്ചു. ഗുരു ഏതെങ്കിലും ഒരു മതബോധ്യത്തെ ഏകശിലാത്മകമായി അടിച്ചുറപ്പിച്ചില്ല. ഗുരു പറഞ്ഞു മതം എന്നാൽ അഭിപ്രായമാണ്, മതം എന്നാൽ അഭിപ്രായമാണ് എന്ന് വെച്ചാൽ മതം ഒരു വ്യക്തിയുടെ മാത്രം ആധ്യാത്മിക ബോധമാണ്, അതൊരു സംഘടിത ബോധമല്ല. ഒരു തന്നെ ആലുവ അദ്വൈതാശ്രമത്തിൽ നടന്ന സർവമത സമ്മേളനത്തിന്റെ പശ്ചാത്തലത്തിൽ പറയും രാമനൊരു മതം, കൃഷ്ണനൊരു മതം, രാമകൃഷ്ണന് മറ്റൊരു മതം. ഭക്തിവ്രത സ്വാമികൾ ഗുരുവിന്റെ ചിന്ത ഉൾക്കൊണ്ടുകൊണ്ട് സർവമത സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഭക്തിവ്രത സ്വാമികൾ പറഞ്ഞു രാമന്റെ മതം കൃഷ്ണനെ അടിച്ചേൽപ്പിക്കാൻ പാടില്ല, കൃഷ്ണന്റെ മതം രാമനെയും അടിച്ചേൽപ്പിക്കാൻ പാടില്ല. ഓരോരുത്തർക്കും വ്യക്തി സ്വാതന്ത്ര്യമുണ്ട്. അപ്പം ഈ വ്യക്തി സ്വാതന്ത്ര്യത്തെയാണ് ഗുരു ഉയർത്തിപ്പിടിച്ചത്. ആ വ്യക്തി സ്വാതന്ത്ര്യത്തിലാണ് ഈ സാഹോദര്യമെന്നും സമത്വമെന്നും സ്നേഹമെന്നുള്ള സനാതനമായ മൂല്യങ്ങൾ കുടികൊള്ളണമെങ്കിൽ വിശ്വാസ സ്വാതന്ത്ര്യം വേണം. പക്ഷെ ഇവിടെ സനാതന ധർമ്മം എന്ന പേരിൽ ഗുരുവിനെ ആ ഒരു കളത്തിലേക്ക് ഒതുക്കാൻ ശ്രമിക്കുന്നതിലൂടെ, സങ്കുചിതപ്പെടുത്താൻ ശ്രമിക്കുന്നതിലൂടെ വിശ്വാസ സ്വാതന്ത്ര്യത്തിനെതിരായി ആളുകൾ നിൽക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഗുരു വിശ്വാസ സ്വാതന്ത്ര്യത്തിനെതിരായി നിന്ന ഒരാളായിരുന്നു എന്നുള്ളതാണ് ഈ ആണോ. ശ്യാം, ഞാൻ അവസാനമായിട്ട് ഒരൊറ്റ കാര്യം കൂടെ ചോദിച്ചോട്ടെ ശ്യാം. ഈ ഇപ്പോഴത്തെ ഒരു കോണ്ടെക്സ്റ്റിൽ എന്തുകൊണ്ടാണ് ഈ ഈ- ഈ വിവാദം അല്ലെങ്കിൽ ഈ തർക്കം, വിവാദം എന്നുള്ളത് ഉപേക്ഷിക്കുക, ഈ തർക്കം മുൻപോട്ട് കൊണ്ടുപോകാൻ പലരും ശ്രമിക്കുന്നത്? അതിന് നേരത്തെ ഇപ്പോൾ അമിത്ഷാ അംബേദ്കർ 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 എന്ന് പറഞ്ഞതിനെ കുറിച്ച് ശ്യാം സൂചിപ്പിച്ചിരുന്നല്ലോ. അപ്പോൾ ഈ ഇപ്പോഴത്തെ ഒരു കോണ്ടെക്സ്റ്റിൽ ഈ സനാതനധർമ്മം, ഇപ്പം നേരത്തെ പറഞ്ഞ സമത്വം, സാഹോദര്യം, അതുപോലെ ക്ഷമ, ഇത്തരം മൂല്യങ്ങളുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എന്തിനൊക്കെയാണ് ഈ സനാതനധർമ്മവാദികൾ എന്ന് പറയുന്നവർ എതിർത്തുകൊണ്ടിരിക്കുന്നത്? സനാതന ധർമ്മവാദികൾ ആത്യന്തികമായി എതിർത്തുകൊണ്ടിരിക്കുന്ന ഇന്ത്യൻ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യവും പറയപ്പെട്ടു. നോക്കൂ, സനാതന ധർമ്മത്തിൻ്റെതെന്ന് പറയുന്ന വേദങ്ങളിലോ ഇതിഹാസങ്ങളിലോ പുരാണങ്ങളിലോ ധർമ്മശാസ്ത്രങ്ങളിലോ സമത്വമുണ്ടോ, സാഹോദര്യമുണ്ടോ, മറ്റുള്ളവരെ സ്നേഹിക്കണമെന്ന് പറയുന്നു? ഡോക്ടർ ബി ആർ അംബേദ്കർ പറഞ്ഞു ഹിന്ദു മതത്തെ പരിശോധിക്കുവാൻ ഞാൻ നീതിയെ ഒരു മാനദണ്ഡമാക്കുന്നു, ഹിന്ദുമതത്തിന്റെ ധർമ്മശാസ്ത്രങ്ങളെ പരിശോധിക്കാൻ ഞാൻ സാഹോദര്യത്തെ ഒരു മാനദണ്ഡമാക്കുന്നു, ഹിന്ദുമതത്തിൻ്റെതെന്ന് പറയപ്പെടുന്ന ഗ്രന്ഥങ്ങളെ പരിശോധിക്കുവാൻ ഞാൻ സ്വാതന്ത്ര്യത്തെ ഒരു മാനദണ്ഡമാക്കുന്നു എന്നാ ഡോക്ടർ ബി ആർ അംബേദ്കർ ഒക്കെ പറഞ്ഞത്. അപ്പൊ സ്വാതന്ത്ര്യവും സമത്വവും സാഹോദര്യം ഒരു മാനദണ്ഡമാക്കി പരിശോധിച്ചാൽ ഈ സനാതന ധർമ്മത്തിൻ്റെതെന്ന് പറയപ്പെടുന്ന ഗ്രന്ഥങ്ങളിലൊന്നും സ്വാതന്ത്ര്യമോ സമത്വമോ സാഹോദര്യവും ഇല്ല. സ്വാതന്ത്ര്യ സമത്വവും സാഹോദര്യം ഉണ്ടെങ്കിൽ അത്രയും സ്വാതന്ത്ര്യം അർഹത എന്ന് പറയുമോ? അയിത്തവും ജാതി വ്യവസ്ഥയും നിലനിൽക്കുമോ? സമത്വം ഉള്ളിടത്ത് എന്ത് കാണത്തില്ല? സമത്വം ഉള്ളിടത്ത് അയിത്തം കാണില്ല. ബ്രാഹ്മണന് മാത്രം ദാനം നൽകാൻ നിരന്തരം പറയുന്നിടത്ത് എന്ത് സമത്വമാണുള്ളത്? ദാരിദ്ര്യം അനുഭവിക്കുന്ന മുഴുവൻ ജനങ്ങൾക്കും ദാനം കൊടുക്കണം എന്ന് പറഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. പക്ഷേ ബ്രാഹ്മണർക്ക് ദാനം നൽകുന്നതിലൂടെ മാത്രമേ സ്വർഗം കിട്ടൂ എന്ന് പറയുന്നിടത്ത് ഈ ഇന്ത്യൻ ബ്രാഹ്മണ്യത്തിന്റെ ഒരു ക്രൂരബുദ്ധി നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സനാതന ധർമ്മം സ്വാതന്ത്ര്യത്തെയോ സമത്വത്തെയോ സാഹോദര്യത്തെ അംഗീകരിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഈ സനാതന ധർമ്മവാദത്തെ ഉയർത്തിപ്പിടിക്കാൻ ഹിന്ദുത്വവാദികൾ ശ്രമിക്കുന്നത്. അവർ മറച്ചു പിടിക്കാൻ ശ്രമിക്കുന്നത് എന്താണ്? ഇന്ത്യൻ ഭരണഘടനയെയും ഇന്ത്യൻ ഭരണഘടന മുന്നോട്ട് വെച്ച മഹോന്നതമായ മൂല്യങ്ങളെയും തമസ്കരിക്കാനും അടിച്ചമർത്താനുമാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് അംബേദ്കർ എന്ന് പറയുന്ന പേര് കേൾക്കുമ്പോൾ അവർ അരിശം കൊള്ളുന്നത്. കാരണം ഈ സനാതന ധർമ്മത്തിന്റെ മൂല്യഗ്രന്ഥമായ മനുസ്മൃതി കത്തിച്ചാമ്പലാക്കിക്കൊണ്ടാണല്ലോ ഡോക്ടർ ബി ആർ അംബേദ്കർ ഇന്ത്യൻ ഭരണഘടന സൃഷ്ടിച്ചെടുത്തത്. സമത്വത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഗ്രന്ഥമായ ഇന്ത്യൻ ഭരണഘടന ഡോക്ടർ ബി ആർ അംബേദ്കർ സൃഷ്ടിച്ചെടുത്തത് മനുസ്മൃതി ദഹിപ്പിച്ചുകൊണ്ടാണ്. കാരണം സനാതന ധർമ്മത്തിന്റെ മൂലഗ്രന്ഥമാണ് മനുസ്മൃതി എന്ന് പറയുന്നത്. ഡോക്ടർ ബി ആർ അംബേദ്കർ വേദങ്ങളും ശാസ്ത്രങ്ങളും ഡൈനാമിറ്റ് വെച്ച് തകർക്കണം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം സനാതന ധർമ്മത്തെ അനിഹിലേറ്റ് ചെയ്യണം. അനിഹിലേഷൻ ഓഫ് കാസ്റ്റ് എന്നതുകൊണ്ട് ഡോക്ടർ ബി ആർ അംബേദ്കർ അർത്ഥമാക്കുന്നതോ അനിഹിലേഷൻ ഓഫ് സനാതന ധർമ്മ തന്നെയാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതും വീണ്ടും വീണ്ടും ഉയർത്തി പറയേണ്ടതും ഈ വാക്യം
വഖ്ദിയർ അംബേദ്കർ അനിഹിലേഷൻ ഓഫ് കാസ്റ്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അനിഹിലേഷൻ ഓഫ് സനാതന ധർമ്മ എന്ന് തന്നെയാണ്. കാരണം ഈ സനാതന ധർമ്മത്തിന്റെ ഗ്രന്ഥപാഠങ്ങളെ സൂക്ഷ്മ വിചിന്തനം ചെയ്തുകൊണ്ടാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ അനിഹിലേഷൻ ഓഫ് കാസ്റ്റ് എഴുതിയത്. അതിൽ ഈ വർണ്ണാശ്രമ ധർമ്മത്തെയാണ് അദ്ദേഹം നിശ്ചിതമായി വിമർശിക്കുന്നത്. അപ്പോ ഇന്ത്യ ഒരു സമത്വ ലോകത്തിലേക്ക് കടക്കുന്നതിന് വേണ്ടി, ഇന്ത്യ ഒരു സ്വാതന്ത്ര്യത്തിന്റെയും സാഹോദര്യത്തിന്റെയും ലോകം, ഒരു ലോക വീക്ഷണം സൃഷ്ടിക്കപ്പെടുന്നതിന് തടസ്സമായിരിക്കുന്നത് സനാതന ധർമ്മമാണ്. അപ്പൊ അങ്ങനെ ജനങ്ങൾ സ്വാതന്ത്ര്യ സമത്വവും സാഹോദര്യമുള്ള ലോകവീക്ഷണത്തിലേക്ക് കടക്കാൻ പാടില്ല. അങ്ങനെ ഒരു ലോകവീക്ഷണം ഉണ്ടായാൽ ഇന്ത്യയിലെ സവർണ ഒളിഗാർക്കി തകരുമെന്ന് ഹിന്ദുത്വവാദികൾക്ക് നന്നായി അറിയാം. അതറിയാവുന്നത് കൊണ്ടാണ് ഈ സനാതന ധർമ്മത്തെ ഉയർത്തിപ്പിടിക്കുന്നത്. റൈറ്റ്. സനാതനധർമ്മത്തെക്കുറിച്ച് അല്ലെങ്കിൽ സനാതനധർമ്മം എന്ന് പറയുന്നത് ഭൗതിക കാര്യങ്ങൾക്കപ്പുറത്തുള്ള എറ്റേണലായിട്ടുള്ള ചിരന്തനമായിട്ടുള്ള ഒരു ധർമ്മവ്യവസ്ഥയെക്കുറിച്ചുള്ള സങ്കല്പമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് യാഥാർത്ഥ്യവുമായി യാതൊരു ബന്ധവുമില്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നവരെ യാഥാർത്ഥ്യത്തിലേക്ക് തുറന്നു നോക്കാൻ പ്രേരിപ്പിക്കുകയായിരുന്നു ശ്യാംകുമാർ തൻ്റെ വാക്കുകളിലൂടെ ചെയ്തത്. അതോടൊപ്പം ഒരു തരത്തിലും സനാതനധർമ്മം എന്നതുകൊണ്ട് വ്യവഹരിക്കപ്പെടുന്ന മൂല്യവ്യവസ്ഥയുമായി യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ലായിരുന്ന ശ്രീനാരായണ ഗുരുവിനെ അതുമായി ബന്ധിപ്പിക്കാൻ ശ്രമിക്കുന്നത് മറ്റു പല ലക്ഷ്യങ്ങളും മുൻനിർത്തിയാണ് എന്നതുകൂടി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇടവും റിസാല അപ്ഡേറ്റും ചേരുന്ന ഇൻട്രാക്ഷൻസിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. മറ്റു എപ്പിസോഡുമായി വീണ്ടും കാണാം.